നമസ്കാരം. ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഏകപക്ഷീയമായ ശൈലിക്കെതിരെ CPI കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. സെപ്റ്റംബർ 10 ചേരാൻ നിശ്ചയിച്ചിരുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും. വരാനിരിക്കുന്ന LDF യോഗം പൂർണ്ണമായും ബഹിഷ്കരിക്കണമെന്ന ശക്തമായ ആവശ്യമാണ് പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. സാഹചര്യങ്ങളുടെ തീവ്രത കണക്കിലെടുത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം 10-ാം തീയതിക്ക് മുൻപായി തന്നെ വിളിച്ചു ചേർക്കാനുള്ള ആലോചനകളും അണിയറയിൽ സജീവമാണ്. മുന്നണി ബന്ധത്തിന്റെ പേരിൽ പാർട്ടിയുടെ ആത്മാഭിമാനം പണയം വെച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടിലാണ് നേതൃത്വത്തിലെ വലിയൊരു വിഭാഗം. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ പക്വതയോടെ പ്രതികരിക്കണമെന്ന അഭിപ്രായവും ഒരു വിഭാഗം പങ്കുവയ്ക്കുന്നുണ്ട്. ഉപനേതാവ് പദവി സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് LDF യോഗത്തിൽ പങ്കെടുക്കാൻ CPI നേരത്തെ സമ്മതം അറിയിച്ചിരുന്നത്. ചർച്ചകൾ നടക്കുന്നതിനാൽ മുന്നണി യോഗത്തിൽ ഈ വിഷയം പ്രത്യേകം ഉന്നയിക്കാൻ പാർട്ടി തുനിഞ്ഞിരുന്നില്ല. എന്നാൽ സമാന്തരമായ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ CPIയെ പരസ്യമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് പാർട്ടിയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. പിണറായി വിജയന്റെ ഇത്തരം ശൈലികളും നിലപാടുകളും ഇനി ഏതായാലും അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ലെന്ന കടുത്ത തീരുമാനത്തിലാണ് CPI നേതൃത്വം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കുണ്ടായ വൻ തിരിച്ചടിക്ക് പ്രധാന കാരണം പിണറായിയുടെ ഇത്തരം ഇടപെടലുകളാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു. ഇത്ര വലിയ പരാജയം നേരിട്ടിട്ടും അദ്ദേഹത്തിന്റെ ഭരണ നേതൃത്വ ശൈലിയിൽ മാറ്റമൊന്നും വന്നിട്ടില്ലെന്നത് തികച്ചും നിരാശാജനകമാണെന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ ആദ്യപടി എന്ന വണ്ണം വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിരത്താൻ CPI ആലോചിക്കുന്നുണ്ട്. മുന്നണിയിൽ അർഹമായ പ്രാതിനിധ്യവും പരിഗണനയും ലഭിക്കാത്ത പക്ഷം സ്വന്തം ശക്തി തെളിയിക്കുക മാത്രമാണ് വഴിയെന്നൊരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നുമുണ്ട്. ഇത് മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് ഉയർന്നേക്കാം. കൂടാതെ നിയമസഭയ്ക്കുള്ളിൽ പ്രത്യേക ബ്ലോക്കായി ഇരുന്ന് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനെക്കുറിച്ചും CPI ആലോചിക്കുന്നുണ്ട്. LDFന്റെ സംസ്ഥാനതല യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനൊപ്പം പ്രാദേശിക തലം മുതൽ മുന്നണി സംവിധാനങ്ങളുമായി തൽക്കാലം സഹകരിക്കേണ്ടതില്ലെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കും. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് പദവി CPI ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നതാണ്. ഭരണപരമായും സംഘടനാപരവുമായ പ്രധാന സ്ഥാനങ്ങളെല്ലാം ഒരൊറ്റ പാർട്ടി തന്നെ കൈയടക്കി വെക്കുന്നത് മുന്നണി മര്യാദകൾക്ക് നിരക്കുന്നതല്ല എന്നാണ് CPIയുടെ നിലപാട്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ അർഹമായ പദവി ലഭിച്ചേ മതിയാകൂ എന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ഈ ആവശ്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് CPMന്റെയും പിണറായി വിജയന്റെയും ഭാഗത്തുനിന്നുണ്ടായത്. ഇത് ഇരു പാർട്ടികളും തമ്മിലുള്ള പരസ്യമായ വാക്പോരിലേക്കും കാര്യങ്ങളെ എത്തിച്ചു. CPIയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇടതുമുന്നണിയുടെ ഭാവിയെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മുന്നണിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. പാർട്ടിക്കുള്ളിലെ വികാരം പൂർണ്ണമായും ഉൾക്കൊണ്ട് കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നാൽ അത് LDFൽ വൻ പിളർപ്പിന് തന്നെ വഴി തുറന്നേക്കാം.